രാവിലെ എണീറ്റപ്പോൾ ഒരു ബോധോദയം വന്നതാണ്, അമ്പലത്തിൽ പോയാലോന്ന്. അങ്ങനെ നേരെ നമ്മൾ വിട്ടത് മല്ലം ദുർഗാ പരമേശ്വര അമ്പലത്തിലേക്കാട്ടോ. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചയാണിത്. നല്ല സൂപ്പറായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ തോർന്നു കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ കാണാൻ സൂപ്പറായിരുന്നു. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാനും കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലെത്തി. അമ്പലത്തിനുള്ളിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പം നവരാത്രിയുടെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിനുള്ളിലെത്തി തൊഴുതതിന് ശേഷം നമ്മൾ നേരെ തോടിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് അടുത്തും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതെനിക്ക് വീഡിയോ ഏറ്റെടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ക്ഷമ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി ചന്തയിലേക്ക് പോവാണ്. അപ്പോൾ കണ്ണന് തോക്കും ബോളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്തയിൽ നിന്ന് നമ്മൾ തോക്കും ബോളൊക്കെ മേടിച്ചു. ഈ ടൈമിലാണ് ഇപ്പം നവരാത്രിയുടെ സമയമായിട്ട് പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാണ്.